നമസ്കാരം. എന്തുകൊണ്ടാണ് ഒരു സോൾ പ്രൊപ്പറേഷൻ ബിസിനസ്സിനെക്കാളും ഏറ്റവും നല്ലത് ഒരു ഇൻകോർപ്പറേറ്റഡ് എൻറ്റിറ്റി ആയിട്ട് ഒരു ബിസിനസ് ആരംഭിക്കുന്നതാണ് എന്ന് പറയുന്നത്? ഇൻകോർപ്പറേറ്റഡ് എൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് ലിമിറ്റഡോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പോ 1% കമ്പനിയോ ഇതെല്ലാം ഇൻകോർപ്പറേറ്റഡ് എൻറ്റിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ സോൾ പ്രൊപ്പറേറ്ററിനെക്കാളും ഈ ഇൻകോർപ്പറേറ്റഡ് എൻറ്റിറ്റി ബെറ്റർ എന്ന് പറയുന്നത്? ഒരു സോൾ പ്രൊപ്പറേറ്ററായിട്ട് ഒരു ബിസിനസ് ആരംഭിച്ചിട്ട് കോടികളുടെ വിറ്റുവരവ് ഉണ്ടാക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പക്ഷേ ചില ലിമിറ്റേഷൻസ് ഈ പറയുന്ന സോൾ പ്രൊപ്പറേറ്റർക്ക് ഉണ്ട്. പ്രധാനമായിട്ടും എന്തുകൊണ്ട് ഒരു ലിമിറ്റഡ് സ്ഥാപനമാക്കിയിട്ട് ഒരു ബിസിനസ്സിനെ മാറ്റണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് അതിൻ്റെ ലീഗാലിറ്റിയും മറ്റൊന്ന് അതിൻ്റെ ട്രസ്റ്റബിലിറ്റിയും. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മളൊന്ന് ഊന്നി പറയേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലീഗാലിറ്റി. ഈ ലീഗാലിറ്റിയിൽ തന്നെ ഒന്നാണ് ബിസിനസ്സിൻ്റെ ട്രാൻസ്ഫറബിലിറ്റി. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ക്ലയൻറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ബിസിനസ് ആരംഭിച്ചിട്ടുള്ളത് ഒരു സോൾ പ്രൊപ്പറേറ്റർ ആയിട്ടാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെയിൽസ് ഉണ്ട്. അപ്പോഴാണ് അവർ ഈ ബിസിനസ് നോക്കി നടത്താനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. ആ കുടുംബത്തിൽ തന്നെ മറ്റൊരാൾക്ക് ഈ ബിസിനസ് കൈമാറാനായിട്ട് തീരുമാനിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം എല്ലാ ലൈസൻസുകളും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ, ഈ സോൾ പ്രൊപ്പറേറ്ററിൻ്റെ പേരിൽ എടുത്തിട്ടുള്ള എല്ലാ ലൈസൻസുകളും ഇൻക്ലൂഡിങ് GST, ഫുഡ് സേഫ്റ്റി, പാക്കർ ലൈസൻസ്, ISO സർട്ടിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ ലൈസൻസുകളും ഒന്നില്ലെങ്കിൽ ക്യാൻസലോ അല്ലാന്നുണ്ടെങ്കിൽ പല ലൈസൻസുകളും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ക്യാൻസൽ ചെയ്തിട്ട് പുതുതായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. ഒന്നില്ലെങ്കിൽ ട്രാൻസ്ഫറോ അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് പുതുതായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും ഈ പുതുതായിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന ആളുടെ പേരിൽ. അത് വലിയൊരു ടാസ്ക്കാണ്. കുറേ സമയം നീണ്ടു പോകുന്ന ഒരുപാട് പണച്ചെലവുള്ളൊരു ടാസ്ക്കാണ്. ആൻഡ് ആൾസോ ഒരുപാട് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടും ഇത്തരത്തിൽ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. മാത്രമല്ല ബിസിനസ്സിൻ്റെ ഒരു ആയുസ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏജ് നോക്കുന്ന സമയത്ത് അവിടെ വെച്ച് ആ ബിസിനസ് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരാളെ ഏറ്റെടുക്കുന്ന സമയത്ത് അത് പുതുതായിട്ട് ആരംഭിക്കുന്ന പോലെയായിരിക്കും വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കുറേ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ ഈ ബിസിനസ് ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ സോൾ പ്രൊപ്പറേറ്റർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു ലിമിറ്റഡ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻകോർപ്പറേറ്റഡ് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും പ്രശ്നം വരുന്നില്ല. ഈ സ്ഥാപനത്തിൻ്റെ ഓണർഷിപ്പ് മാത്രം അങ്ങ് മാറ്റിയാൽ മതി. ലൈസൻസ് ഒന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ ലൈസൻസുകളെല്ലാം അസോസിയേറ്റഡ് ലൈസൻസുകളെല്ലാം എടുത്തിട്ടുള്ളത് ഈ എൻറ്റിറ്റിയുടെ പേരിലായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിങ് ഒരു ആളുടെ നിന്ന് മറ്റൊരാളിലേക്ക് ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് വെരി ഈസി, വളരെ ഈസി ആയിട്ട് പോസിബിൾ ആവുന്ന ഒരു കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റാണ് ഈ ഇൻകോർപ്പറേറ്റഡ് എൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം. ലീഗാലിറ്റിയിൽ വരുന്ന രണ്ടാമത്തെ കാര്യമാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ. അത് ഞാൻ ഒരുപാട് വീഡിയോസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത്രത്തോളം പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾ ബിസിനസ്സിൽ എത്ര തുക ഇൻവെസ്റ്റ് ചെയ്തോ അത്ര മാത്രമേ നിങ്ങൾക്ക് ബാധ്യത വരുന്നുള്ളൂ. ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേഴ്സണൽ അസറ്റിനെ ബാധിക്കത്തില്ല, നിങ്ങളുടെ കുടുംബത്തെ അത് ബാധിക്കത്തില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി പോലെയുള്ള ഫോർമാറ്റിലേക്ക് നിങ്ങൾ കടക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതൊരു ലിമിറ്റഡ് സ്ഥാപനമായിട്ട്, ഒരു ഇൻകോർപ്പറേറ്റഡ് സ്ഥാപനമാക്കിയിട്ട് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി എൻറ്റിറ്റി ആക്കിയിട്ട് അതിനെ മാറ്റിക്കോളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ വ്യക്തിപരമായിട്ട് ബാധിക്കും. ഒരിക്കലും അതിന് ഇടവരുത്തരുത്. ഈ ലീഗാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആണ് ഈ ഇൻകോർപ്പറേറ്റഡ് സ്ഥാപനം എന്ന് പറയുന്നത്. അത്യാവശ്യം ടെൻഷൻ കുറച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് കഴിയും. അത് ഇപ്പോഴായിരിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. വൺസ് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചാടുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ബിസിനസ്സിൽ വരുത്തേണ്ട സമയത്തായിരിക്കും ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നുള്ളത് മനസ്സിലാവുന്നത്. രണ്ടാമത്തേതാണ് ട്രസ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. ഒരു വ്യക്തി ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതിനേക്കാളും ഒരു എൻറ്റിറ്റി ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സെക്കൻഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ അവർ നമ്മളെ വിശ്വസിക്കാനായിട്ടൊരു സാഹചര്യമുണ്ട്. ഇപ്പം നിങ്ങൾ മറ്റൊരു സ്ഥാപനമായിട്ട് ഒരു MOU സൈൻ ചെയ്യാമെന്ന് വിചാരിക്കാം, മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ആ സ്ഥാപനം കുറച്ച് വലിയൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ ചില സാഹചര്യങ്ങളിലെങ്കിലും പ്രൊപ്പറേറ്ററുമായിട്ട് അത്തരത്തിലൊരു ബിസിനസ് ഡീലിങ്സിൽ അവർക്ക് താല്പര്യപ്പെടാറില്ല, അവരത് പ്രോത്സാഹിപ്പിക്കാറുമില്ല. സാധാരണഗതിയിൽ വലിയ സ്ഥാപനങ്ങൾ കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ലിമിറ്റഡ് സ്ഥാപനമായിട്ട് തന്നെ ആയിരിക്കും. ഒരു കമ്പനി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു LLP ആയിട്ടോ ഒക്കെ ആയിരിക്കാം. ഇത്തരത്തിലൊരു കൊളാബറേഷൻ, ഒരു MOU സൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഉചിതം ഒരു ട്രസ്റ്റ് ബിൽഡിങ്ങിന് ഈ പറയുന്ന ഇൻകോർപ്പറേറ്റഡ് സ്ഥാപനങ്ങൾക്കായിരിക്കും കൂടുതൽ ഒരു പ്രാധാന്യം ലഭിക്കുന്നത്. മാത്രമല്ല എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഈ ലീഗൽ ടെർമിനോളജി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് മോഡലാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ
100% ഞാൻ പറയുന്നത് ഒരു ലിമിറ്റഡ് സ്ഥാപനമാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക എന്നുള്ളതാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഗുണം നിങ്ങൾ അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. ഒരുപക്ഷെ 100 ഫ്രാഞ്ചൈസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും ലീഗലി ഒരു കേസിന് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെ ടോട്ടലായിട്ട് അങ്ങ് ബാധിക്കും. അത് ബാധിക്കാൻ ഇടവരുത്തരുത്. കാരണം എപ്പോഴും ലീഗൽ കോംപ്ലിക്കേഷൻസ് ഈ പറയുന്ന ഫ്രാഞ്ചൈസീസിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ലിമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലിമിറ്റഡ് എൻറ്റിറ്റി ആയിട്ട് മാറ്റേണ്ടതായിട്ട് വരും. രണ്ടാമത്തേത് ട്രസ്റ്റ് വർത്തിനെസ് തന്നെയാണ്. ആ എഗ്രിമെൻറ്റിനകത്ത് പ്രൊപ്പറേറ്റർ എന്ന് പറയുന്ന സീൽ വയ്ക്കുന്നതിനേക്കാളും ഒരു കമ്പനിയുടെ പേര് ചെയ്തിട്ട് സീൽ വയ്ക്കുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അവിടെ ആൾക്കാർക്കിടയിൽ എടുക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം വളരെ കൂടുതലാണ്. കാരണം അവിടെ കമ്പനീസ് ആക്റ്റും അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLP ആക്റ്റും നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു വിശ്വസ്തത ഈ പറയുന്ന ഇൻകോർപ്പറേറ്റഡ് എൻറ്റിറ്റിക്ക് ഉണ്ടാവും വ്യക്തികളെക്കാളും കൂടുതൽ. അപ്പം ഒരു ലോങ് ടേം സക്സസ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രൈമറി സ്റ്റെപ്പാണ് നിങ്ങളിപ്പോൾ എടുത്തു വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ധനപരമായിട്ടുള്ള ഡീലിങ്സ് ഉള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ട ഒരു ബിസിനസ് മോഡലാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഇൻകോർപ്പറേറ്റഡ് എൻറ്റിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റി ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോളും. ഇനി ഇതിൽ ഏത് വേണമെന്നുള്ളത്, ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് വേണോ, അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വേണോ, അതൊരു 1% കമ്പനി വേണോ എന്നുള്ളത് നിങ്ങളുടെ ബിസിനസ് മോഡലിനനുസരിച്ചിട്ട് ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് കൃത്യമായി ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രീതികളായതുകൊണ്ട് ഓരോ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഏറ്റവും ആപ്റ്റ് ഏതാണെന്നുള്ളത് പറഞ്ഞു തരാനായിട്ട് കഴിയത്തുള്ളൂ. സോ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആൻഡ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനി ഫോം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കണക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് പറ്റുന്ന ഉചിതമായിട്ടുള്ള എൻറ്റിറ്റി ഏതാണെന്നുള്ളത് പറഞ്ഞു തന്ന് അതിനനുസരിച്ചുള്ള ബാക്കി രജിസ്ട്രേഷൻ പ്രോസസ് എല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്തിരുന്നുണ്ടാവും. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംശയങ്ങൾ സൗജന്യമായി ചോദിച്ചറിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് ഇൻകോർപ്പറേഷൻ ഏൽപ്പിക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വരരുത്. അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാകും. ഒരുപാട് സമയം ഇതിനുവേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സൗജന്യമായിട്ട് കുറേ സർവീസുകൾ, കുറേ അഡ്വൈസുകൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. അപ്പുറത്ത് പേ ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, സോ കമ്പനി ഫോർമേഷൻ അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ പോലുള്ള ലീഗലായിട്ടുള്ള കംപ്ലയിൻസസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വിഷയമായിട്ട് കാണുമ്പോൾ അതൊരു സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.